മക്കളുമായി ഏറ്റവും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാൻ ഏറ്റവും നല്ല സ്നേഹത്തോടെ കാരുണ്യത്തോടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇതൊക്കെ റഹ്മത്താണ്. അഖ്റ ഇബ്നു ഹാബിസ് നബിയോട് ചോദിച്ചു, നബി നിങ്ങൾ ചുംബിക്കുകയാണോ കുട്ടിനെ? എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഒറ്റൊന്നിനും ചുംബിച്ചിട്ടില്ല. റസൂൽ പറഞ്ഞു ഇത് റഹ്മത്താണ്. ഈ റഹ്മത്ത് അല്ലാഹു ഊരിയെടുത്ത ഞാൻ എന്താക്കാനാണ്? അതുകൊണ്ട് നമ്മുടെ മക്കളെ അവരോട് വാത്സല്യം കാണിക്കാൻ, അവരോട് സ്നേഹം കാണിക്കാൻ, അവർക്ക് മുന്നിൽ ഏറ്റവും നല്ല മാതൃകാപരമായ ജീവിതം നയിക്കാൻ നമുക്ക് പറ്റണം. ഒരു മുസ്ലിമിന്റെ കയ്യിൽ ഒരു കുട്ടിയെ കിട്ടുമ്പോൾ അത് വലിയൊരു അമാനത്താണ്. ആ കുട്ടി മുസ്ലിമാണ്. കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര, ശുദ്ധനാണ്. അവൻ കള്ളുകുടിയനല്ല, വ്യഭിചാരിയല്ല, തെമ്മാടിയല്ല, തോന്നിവാസിയല്ല, ട്രെൻഡ് പേറിയല്ല, സിനിമന്റെ സീരിയലിന്റെ ആളല്ല, മറിച്ച് അവൻ ശുദ്ധനാണ്. ആ കുട്ടിയെ നമ്മൾ ഏറ്റുവാങ്ങുന്നത് വലിയൊരു അമാനത്താണ്. ബാപ്പിയും ഉമ്മയും ആ ഉത്തരവാദിത്വം അമാനത്തായിട്ട് ഏറ്റെടുക്കാൻ, ആ മക്കളുടെ മുന്നിൽ ഏറ്റവും നല്ലവരായി ജീവിച്ച് മാതൃക കാണിക്കാൻ നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ കുട്ടികൾ നമ്മൾ ചെയ്യുന്നതാണ് നോക്കുന്നത്. അതുകൊണ്ട് നമ്മളിലുള്ള എല്ലാ സൽഗുണങ്ങളും കുട്ടികളിൽ ഉണ്ടാകും. നമ്മളിലുള്ള എല്ലാ വീക്ക്നെസ്സും കുട്ടികൾ പലപ്പോഴായിട്ട് പ്രകടിപ്പിക്കും. നമ്മുടെ ഓരോ ഹാബിറ്റ്സും അവര് നാം അറിയാതെ ഒപ്പിയെടുക്കും. അതുകൊണ്ട് തന്നെ മാതൃകയാക്കാൻ പറ്റിയ ഒരു നല്ല ജീവിതം നമുക്ക് നയിക്കാൻ പറ്റണം. മക്കളുടെ മുന്നിൽ ഒരു നല്ല പിതാവ്, ഒരു നല്ല മാതാവ്, സ്നേഹനിധിയായ, സംരക്ഷിക്കുന്ന, കാരുണ്യം കാണിക്കുന്ന, അനീതി കാണിക്കാതെ നീതി കാണിക്കുന്ന, അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു നല്ല മാതാവും പിതാവുമായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം.